ഹായ് ഓൾ, വെൽക്കം ടു ASAP ലേണിംഗ്. ഇന്ന് 2026 ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഈ യൂണിയൻ ബജറ്റ് 2026-27 ബന്ധപ്പെട്ട് ഒരു മത്സര പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബജറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിർമ്മല സീതാരാമൻ പറയുന്ന സമയത്ത് അവരുടെ 9ാമത്തെ ബജറ്റാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ബജറ്റാണ് 2026 യൂണിയൻ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ മുഴുവനായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എക്കണോമിക്സിൻ്റെ ഭാഗത്തെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആദ്യം തൊട്ട് അവസാനം വരെ മനസ്സിലാക്കി ഫോക്കസ് ചെയ്ത് കാണുക. വൺസ് അഗെയിൻ വെൽക്കം ടു ASAP ലേണിംഗ്. അപ്പോൾ യൂണിയൻ ബജറ്റ് 2026 ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഫാക്റ്റുകളിലേക്കാണ് പോകുന്നത്. യൂണിയൻ ബജറ്റ് 2026-27 വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നിർമ്മല സീതാരാമൻ്റെ 9ാമത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള 9ാമത്തെ ബജറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുടർച്ചയായ ബജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തി കഴിഞ്ഞ വർഷമേ നിർമ്മല സീതാരാമൻ സ്വന്തമാക്കിയിരുന്നു. സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ്, 10 ബജറ്റുകൾ. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തികളിൽ 2ാം സ്ഥാനത്ത് പി ചിദംബരം എന്ന് പറയുന്ന മുൻ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഒപ്പമെത്തുകയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും ബജറ്റുകൾ നിർമ്മല സീതാരാമനെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു ടേം കൂടെ നിർമ്മല സീതാരാമൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ചരിത്രത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയായിട്ട് ആർക്ക് മാറാൻ സാധ്യതയുണ്ട്? നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമന് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ബജറ്റ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞായറാഴ്ച ദിവസം ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞായറാഴ്ച ദിവസം ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതും ഈ ഒരു 2026 ബജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇനി അടുത്തൊരു പ്രത്യേകതയാണ്, ഈ ബജറ്റ് തയ്യാറാക്കിയത് കർത്തവ്യ പതിൽ വെച്ചാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നിട്ടുണ്ട് അല്ലേ. സോ സെൻട്രൽ വിസ്തയുടെ ഭാഗമായുള്ള ഈ കെട്ടിടത്തിൽ തയ്യാറാക്കുന്ന ആദ്യ ബജറ്റാണിത്. മുൻകാലങ്ങളിൽ നോർത്ത് ബ്ലോക്കിലെ ധനമന്ത്രാലയ ആസ്ഥാനത്തിലാണ് ബജറ്റ് തയ്യാറാക്കിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കർത്തവ്യ പതിൽ തയ്യാറാക്കുന്ന ആദ്യ ബജറ്റ് കൂടെ ആണ് ഏതെന്ന് പറയുന്നത് ഈ 2026 ബജറ്റ് എന്ന് പറയുന്നത്. അതും ഈ 2026 ബജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഓക്കെ, യുവശക്തിയിൽ അധിഷ്ഠിതമായ ബജറ്റ്, അതായത് ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പിന്നാക്കം നിൽക്കുന്നവർക്കും പ്രത്യേക മുൻഗണന. അപ്പോൾ ഈ ബജറ്റ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ. സോ അവരെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു 2026 അവർക്കുള്ള ഫണ്ടുകൾ കൂടുതൽ മാറ്റിവെച്ചുകൊണ്ടായിരുന്നു 2026 ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ നമ്മുടെ എക്കണോമിക്കലി ബാക്ക്വേർഡായ ആളുകൾക്ക് അവരെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബജറ്റായിരുന്നു 2026 യൂണിയൻ ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക്, പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് പ്രത്യേക മുൻഗണന നൽകിയൊരു ബജറ്റായിരുന്നു ഈ ഒരു ബജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ 2026 ബജറ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? വികസിത് ഭാരത് സങ്കല്പം, യുവശക്തി നയിക്കുന്ന വികസനം. യുവശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എക്കണോമിക്കലി വീക്കായി നിൽക്കുന്ന ആളുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരുന്നു ഇത്തവണത്തെ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം വികസിത ഭാരതം സങ്കല്പം, യുവശക്തി നയിക്കുന്ന വികസനം എന്നാണ് 2026 കേന്ദ്ര ബജറ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു ചോദ്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ 2026 ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇത്തവണത്തെ ബജറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 25 മിനിറ്റ് ആണ്. പ്രത്യേകം അതായത് ഷോർട്ടസ്റ്റ് ബജറ്റോ ലെങ്തിയസ്റ്റ് ബജറ്റോ ഒന്നുമല്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനം ഏകദേശം 1 മണിക്കൂറും 25 മിനിറ്റുമാണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അത്
അത് ചോദിക്കാനൊന്നും സാധ്യതയില്ല, ജസ്റ്റ് ഒരു നമ്പർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ച്വലായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, അതായത് 3 കർത്തവ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്തവ്യ ഭവനിൽ തയ്യാറാക്കിയ ആദ്യ ബജറ്റ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, കർത്തവ്യ ഭവനിൽ അല്ലെങ്കിൽ കർത്തവ്യ പദിൽ തയ്യാറാക്കിയ ആദ്യ ബജറ്റാണ് 2026 ബജറ്റ് എന്ന് പറയുന്നത്. സോ 3 കർത്തവ്യങ്ങളെ 3 ഡ്യൂട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബജറ്റ് എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് ആ 3 ഡ്യൂട്ടികൾ, നമ്മൾ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയില്ലേ, സോ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് ആ 3 ഡ്യൂട്ടീസ്, അതാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്താണ്, അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അതുപോലെ ജനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുക, ജനങ്ങളുടെ സ്കിൽ എന്താണ് വർദ്ധിപ്പിക്കുക. ഏവർക്കുമൊപ്പം ഏവരുടെയും വികസനം, അതായത് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, എല്ലാ വിഭാഗങ്ങൾക്കും എന്താണ് ഒരു വികസനം വേണം. ഈ 3 കർത്തവ്യങ്ങൾ, ഈ 3 ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ഫോക്കസ് ചെയ്തുകൊണ്ടാണ് 2026 ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക വളർച്ച, ജനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുക, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, ഈ 3 ആശയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഈ ബജറ്റിലെ നമ്പറുകളെ കുറിച്ചിട്ടാണ്, സാമ്പത്തിക കണക്കുകളെ കുറിച്ച്. അതായത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ ഏകദേശം വളർച്ചാ നിരക്കായിട്ട് കണക്കാക്കുന്നത് 7%. 7% വളർച്ച രാജ്യത്തിന് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഈ ബജറ്റിലെ കണക്കുകൾ പറയുന്നത്. അടുത്തൊരു നമ്പറാണ് 4.3% എന്ന് പറയുന്ന നമ്പർ, ധനക്കമ്മി. ഓക്കെ, ഈ ധനക്കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ധനക്കമ്മി കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വരവിനേക്കാൾ കൂടുതലാണ് ചെലവ്, അതിനെ സൂചിപ്പിക്കുന്ന ഒരു അളവാണ് ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സോ ഫിസിക്കൽ ഡെഫിസിറ്റ് 4.3%. പക്ഷേ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നോക്കുവാണെങ്കിൽ 4.4% എന്തെന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ വലിയൊരു കുറവല്ല, ഒരു 0.1% മാത്രമാണ് കുറഞ്ഞിട്ടുള്ളത്. സോ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വരവിനേക്കാൾ കൂടുതൽ എന്താണ് ചെലവുകളാണ്, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, 4.3% ആണ്. ഇനി പൊതു മൂലധന ചെലവ് എത്രയാണ്, 11.2 ലക്ഷം കോടിയിൽ നിന്ന് 12.2 ലക്ഷം കോടി രൂപയായി ഉയർത്തി. സോ ആ നമ്പറിന് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. സോ നിങ്ങൾ 2 നമ്പേഴ്സാണ് അറിഞ്ഞിരിക്കേണ്ടത്. രാജ്യത്തിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 7% ആണ്. അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് 4.3% ആണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് 0.1% കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബജറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലെ പദ്ധതികൾ ഏതെങ്കിലും മേഖലകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗക്കാർക്ക് പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും PSC പരീക്ഷയിലെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ പ്രധാനപ്പെട്ട പദ്ധതി പ്രഖ്യാപനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് ബയോഫോർമ ശക്തിയാണ്. അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഒരു ബയോളജിക്കൽ ബയോസിമിലറുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിന് 10,000 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സോ ബയോഫാർമ ശക്തി, ഈ ബയോഫാർമ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, മരുന്നുകളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. ഇനി ഭാരത് വിസ്താർ, കാർഷിക രീതികൾക്കായി AI, അതായത് നമ്മുടെ കാർഷിക മേഖലയിൽ എന്താണ് AI സാങ്കേതിക വിദ്യ കൊണ്ടുവരിക. അതുപോലെ AI അഥവാ അധിഷ്ഠിത ബഹുഭാഷാ ഉപകരണം, പ്രധാനമായിട്ടും കാർഷിക മേഖലയിൽ AI കൊണ്ടുവരൽ, അതിനായിട്ട് ഒരു പദ്ധതിയാണ് ഭാരത് വിസ്താർ എന്ന് പറയുന്ന പദ്ധതി. പിന്നെ ഷീമാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പോൾ സ്ത്രീ സംരംഭകർക്കുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ. സോ ഇതെല്ലാം എന്താണ് നമ്മുടെ ഈ ഒരു ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതികളാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട മേഖല ഈ നമ്മുടെ മെഡിസിൻ ആണെങ്കിൽ ബയോഫാർമ ശക്തി, അതുപോലെ കാർഷിക മേഖലയിൽ AI കൊണ്ടുവരലിന് വേണ്ടി ഭാരത് വിസ്താർ എന്ന് പറയുന്ന പദ്ധതി, പിന്നെ ഷീമാർട്ട്, അതായത് വനിതകളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ. ഇതൊക്കെ എന്താണ് ഈ ഒരു ബജറ്റിൻ്റെ പദ്ധതി പ്രഖ്യാപനങ്ങളാണ്. അടുത്തത് MSME, അതായത് ചെറുകിട വ്യാപാരികളുണ്ടല്ലോ, സോ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. ഓക്കെ, അതിന് 10,000 കോടി രൂപ ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിലെ പ്രധാനപ്പെട്ട ഒരു കീ ഏരിയ ആയിരുന്നു MSME, ചെറുകിട വ്യാപാരികൾ എന്ന് പറയുന്നത്. സോ അവർക്ക് വേണ്ടി 10,000 കോടി രൂപ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ നിംഹാൻസ്
നിംഹാൻസ് 2 മാനസികാരോഗ്യ മേഖലയിൽ രണ്ടാമത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. അപ്പോൾ മാനസികാരോഗ്യ മേഖലയിൽ എന്താണ് രണ്ടാമത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. അതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് നിംഹാൻസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബജറ്റിലെ കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് ബയോഫാർമ ശക്തി, അതുപോലെ നിംഹാൻസ് 2, പിന്നെ MSME എന്ന് അത് പ്രത്യേകിച്ച് പേര് പറയുന്നില്ല. ആ വിഭാഗത്തിന് കുറച്ച് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഈ ബജറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കീ ആയിട്ടുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടിസ്ഥാന സൗകര്യ വികസനം. ഓക്കെ, ഇത്തവണ ഇൻഫ്രാസ്ട്രക്ചറിന് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെല്ലാം പദ്ധതികളാണ് കൊണ്ടുവരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത് അതിവേഗ റെയിൽ ഇടനാഴികൾ. ഓക്കെ, നമ്മൾ കേരളത്തിന് ഈ ഒരു മേഖലയിൽ, അതായത് കേരളത്തിൽ RRTS എന്ന് പറയുന്ന സംവിധാനം വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് അത്തരം ഒരു പദ്ധതി ലഭിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ കേരളത്തിന് വളരെ നിരാശകരമായിട്ടുള്ള ഒരു ബജറ്റായിരുന്നു. അധികം പദ്ധതികളൊന്നും കേരളത്തിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ 7 എണ്ണം പ്രധാനമായും ദക്ഷിണേന്ത്യയിലെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. മുംബൈ, പൂനെ, ഹൈദരാബാദ്, ബാംഗ്ലൂരു തുടങ്ങിയൊക്കെ പുതിയ അതിവേഗ റെയിൽ ഇടനാഴികളാണ്. അപ്പോൾ റെയിൽവേ മേഖലയിൽ ഒരു അടിസ്ഥാന സൗകര്യത്തിന് പദ്ധതി ഇട്ടിട്ടുണ്ട്. അതുപോലെ ദേശീയ ജലപാതകൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 പുതിയ ദേശീയ ജലപാതകൾ. അതായത് നമ്മുടെ കേരള PSCയിൽ പലപ്പോഴും ചോദിക്കുന്നതാണ് നാഷണൽ വാട്ടർവേസിനെ കുറിച്ചിട്ട്. അപ്പോൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ 2031 കൂടിയിട്ട് പുതിയ 20 ദേശീയ ജലപാതകൾ കൂടി രൂപീകരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഈസ്റ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയൽ കോറിഡോർ ദുർഗാപൂരിൽ ഒരു പ്രധാന നോഡ് വികസിപ്പിക്കും. അപ്പോൾ ദുർഗാപൂർ എന്ന് പറയുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രധാന നോഡ് രൂപീകരിക്കും എന്നാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കീ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നികുതി പരിഷ്കാരങ്ങളിലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞ വർഷം വലിയൊരു ഇൻകം ടാക്സിലൊക്കെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്ന ഡേറ്റ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ 1 മുതൽ. ഓക്കെ, ഏപ്രിൽ മുതൽ നമ്മുടെ പുതിയ ആദായ നികുതി നിയമം നിലവിൽ വരുമെന്നാണ്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് അവരെ ടാക്സ് ഇല്ല എന്ന് പറയുന്ന ഒരു പരിഷ്കാരമെല്ലാം കഴിഞ്ഞ ബജറ്റിൽ 2025-26 ബജറ്റിൽ അവതരിപ്പിച്ചിരുന്നു. സോ ആ നിയമം 2026 ഏപ്രിൽ മുതൽ നിലവിൽ വരും എന്നാണ് പറയുന്നത്. ഇനി മിനിമം ബദൽ നികുതി മാറ്റ് പുതിയ നികുതി വ്യവസ്ഥയിൽ നിരക്ക് 15-ൽ നിന്ന് 14% കുറച്ചിട്ടുണ്ട്. ഈ മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പല വലിയ ബിസിനസ് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു നികുതിയാണ്. അതായത് പല പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നികുതി കുറക്കാൻ, പരമാവധി നികുതി കുറക്കാൻ ശ്രമിക്കും. അത് ഗവൺമെൻറ് കിട്ടേണ്ട ഒരു വരുമാനമാണ്. സോ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മിനിമം ബദൽ നികുതി അഥവാ മാറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവരുന്നത്. ഇനി കസ്റ്റംസ് തീരുവ 17 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് തീരുവ ഒഴിവാക്കി. ലിഥിയം അയോൺ സെല്ലുകളുടെ നിർമ്മാണത്തിനുള്ള ചരക്കുകൾക്ക് ഇളവ് നീട്ടി. അപ്പോൾ നികുതിയിൽ വന്ന പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളാണ്. പുതിയ ആദായ നികുതി, പുതിയ ഇൻകം ടാക്സ് ആക്ട്, അത് 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. അതുപോലെ മിനിമം ബദൽ നികുതി മാറ്റ് അത് 14% കുറച്ചിട്ടുണ്ട്. മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്, അതുമായി ബന്ധപ്പെട്ട് വലിയ സ്ഥാപനങ്ങൾ അവർ ഉപയോഗിക്കുന്ന നികുതി കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സ് ആണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി സാമ്പത്തിക വളർച്ചയുടെ തൂണുകൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ രാജ്യം അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ 7% വരെ വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു പഠനമാണെങ്കിൽ പഠനം നല്ല രീതിയിലേക്ക് എത്തണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. സോ അതുപോലെ സാമ്പത്തിക വളർച്ചയുടെ തൂണുകൾ ഈ 7% വളർച്ചയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, സ്റ്റെബിലിറ്റി. അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസിപ്ലിൻ. എന്ത് ചെയ്യുക? ഫിസിക്കൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരവിനേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകുന്ന സിറ്റുവേഷനൊക്കെ അത് ഒഴിവാക്കാനുള്ള ഒരു ഡിസിപ്ലിൻ. സസ്റ്റെയിൻഡ് ഗ്രോത്ത്, അതായത് സുസ്ഥിര വികസനം. പിന്നെന്താണ്? മോഡറേറ്റ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ പരമാവധി കുറക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് ഈ സാമ്പത്തിക വളർച്ചയുടെ 4 തൂണുകൾ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി, ഫിസിക്കൽ ഡിസിപ്ലിൻ, സസ്റ്റെയിൻഡ് ഗ്രോത്ത് ആൻഡ് മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്.
ഇനി ശ്രദ്ധാ കേന്ദ്രമായിട്ടുള്ള മേഖലകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യം അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ 7% ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കപ്പാസിറ്റി, അതായത് ആഭ്യന്തര ഉൽപ്പാദനം കൂടുതൽ വർദ്ധിപ്പിക്കുക, മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. എനർജി സെക്യൂരിറ്റി, അതായത് ഊർജ സംരക്ഷണം. റെഡ്യൂസ്ഡ് ക്രിറ്റിക്കൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്, അതായത് ഇറക്കുമതി ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, നമ്മൾ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തെന്താണ് പരമാവധി അതിനെന്ത് ചെയ്യുക, അത് റെഡ്യൂസ് ചെയ്യുക, അത് കുറക്കുക എന്നാണ് പറയുന്നത്. ആവശ്യ സാധനം എന്തായാലും വേണം, പക്ഷേ എന്താണ് ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഫാർ റീച്ചിങ് സ്ട്രക്ചറൽ റിഫോംസ്, ഫിസിക്കൽ പ്രുഡൻസ്, മോണിറ്ററി സ്റ്റെബിലിറ്റി, അതായത് പണ സ്ഥിരത എന്ന് പറയുന്ന സംഭവം, സ്ട്രോങ് ത്രസ്റ്റ് ഓൺ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം, അതുപോലെ സിറ്റിസൺസ് ബെനിഫിറ്റ് ഫ്രം ഗവൺമെൻറ് ആക്ഷൻസ്, അല്ലേ? ജനങ്ങൾക്ക് ഗവൺമെൻറ്റിന് കൂടുതൽ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്കും ഒരു എന്തുണ്ടാവും, ഒരു സ്നേഹം, ഒരു അട്രാക്ഷൻ ഉണ്ടാവും, അല്ലേ? സോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു ജനറൽ കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു 7% ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ പറയുന്ന ഈ ഒരു ഡയഗ്രത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 7% ഗ്രോത്ത് എന്ന് പറയുന്ന നമ്പറിലേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കുമെന്നാണ് നമ്മുടെ ബജറ്റിൽ പറയുന്നത്. ഇനി യൂണിയൻ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഡയഗ്രാംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് എവിടുന്നൊക്കെയാണ് പൈസ വരുന്നത് എന്നാണ്, അല്ലേ? നമ്മുടെ നികുതി ഗവൺമെൻറ്റിന് ഒരു വരുമാനമാണ്. അപ്പോൾ എവിടുന്നൊക്കെയാണ് ഗവൺമെൻറ്റിന് വരുമാനം വരുന്നത്? സോ അതിൽ നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോറോവിങ്സ് ആണ്, അതായത് കടമെടുക്കൽ തന്നെയാണ്. ഇപ്പോഴും കഴിഞ്ഞ ബജറ്റിലും ഈ 24% തന്നെയായിരുന്നു ബോറോവിങ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് എങ്ങനെയാണ്? ബോറോവിങ്സിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? ഇൻകം ടാക്സ്, അല്ലേ? ഇൻകം ടാക്സിൽ നിന്നാണ് 21% പൈസ ഇന്ത്യക്ക് വരുന്നത്. അതുപോലെ കോർപ്പറേഷൻ ടാക്സ് 18%. അപ്പോൾ ആദ്യത്തെ 3 ഓർത്തിരിക്കുക. ഗവൺമെൻറ്റിന് രൂപ വരുന്നത് എങ്ങനെയാണ്? ഒന്ന് ബോറോവിങ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഓക്കെ, അതായത് ഒന്നിൽ ആസ്തി വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടമെടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ്റിന് കൂടുതൽ പൈസ വരുന്നത്. അത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ഈ വഴിയിലൂടെയാണ് ഗവൺമെൻറ് കൂടുതൽ പണം സമാഹരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഗവൺമെൻറ് എങ്ങനെയാണ് പൈസ പോകുന്നത്? ഏതെല്ലാം വഴിയിലൂടെയാണ് ഗവൺമെൻറ് പൈസ പോകുന്നത്? ഇപ്പോൾ പണം വരുന്ന കാര്യമാണ് പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ കടം വാങ്ങുക, അല്ലെങ്കിൽ ആസ്തികൾ വിൽക്കുന്ന സമയത്തൊക്കെയാണ് പൈസ വരുന്നത്. ഇനി എങ്ങനെയാണ് പൈസ പോകുന്നത് എന്നാണ് പറയുന്നത്. സോ അതിനായിട്ട് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് എങ്ങനെയാണ്? സോ ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് ആണ്. ഇപ്പോൾ GST എന്ന് പറയുന്ന ആ ഒരു നികുതി സമ്പ്രദായം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് ഷെയർസ് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ആവശ്യം വരും, അല്ലേ? സോ ഈ സ്റ്റേറ്റ് ഷെയർസ്, അതായത് ഈ ടാക്സസിൻ്റെ സ്റ്റേറ്റ് ഷെയർസ് കൊടുക്കുമ്പോഴാണ് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് ഏതാണ്? 20% ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞല്ലോ, കടം വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ. സോ അങ്ങനെ ഗവൺമെൻറ് എന്ത് പോകുന്നുണ്ട്? പൈസ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എന്താണ്? സെൻട്രൽ സെക്ടർ സ്കീം. ഓക്കെ, അപ്പോൾ സെൻട്രൽ സെക്ടർ സ്കീംസ് അവിടെ 17% എന്ത് പോകുന്നുണ്ട്? ഇന്ത്യക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? പൈസ പോകുന്നുണ്ട്, റുപ്പി പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിന് പണം വരുന്ന പ്രധാനപ്പെട്ട ഏരിയ ആണ് ബോറോവിങ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എന്നാൽ പണം നഷ്ടപ്പെടുന്നത് ഏതിലൂടെയാണ്? സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സസ് 22% ആണ് ആ ഒരു റുപ്പി ഗോസ് ടു എന്ന് പറയുന്നത്. ഇനി അടുത്തത് റെസീപ്റ്റ്, ക്യാപിറ്റൽ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റും. ഓക്കെ, ഈ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ വിൽക്കുന്നൊക്കെ സമയത്ത് എന്ത് ചെയ്യും? അതുപോലെ കടമെടുക്കുന്ന സമയത്ത്, ആസ്തികൾ വിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വായ്പ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പൈസ കിട്ടുന്ന സമയത്ത് ഇതിനൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയാം. സോ
ഈ ക്യാപിറ്റൽ റെസീപ്റ്റിൽ വലിയൊരു ഇൻക്രീസ് ആണ്. ഏകദേശം 1.9% ഇൻക്രീസ് ആണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലേക്കാൾ ഇത്തവണ ഉള്ളതെന്ന് പറയുന്നത്. ഇനി റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞാലോ 35.3. അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നികുതി, ഓക്കെ, നമ്മുടെ നികുതി, അതുപോലെ തന്നെ നമ്മുടെ ഫീസുകൾ, അതുപോലെ ഫൈന്, ഇതൊക്കെയാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. സോ അതിലും എന്താണ് 1.9%ൻ്റെ ഒരു ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 1.9% ഇൻക്രീസ് കഴിഞ്ഞ വർഷത്തേക്കാൾ എന്ത് കൂടിയിട്ടുണ്ട്? ക്യാപിറ്റൽ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റും കൂടിയിട്ടുണ്ട്. ഇനി എക്സ്പെൻഡിച്ചറിലേക്ക് വരുവാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 17.1% ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 41.3%. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെൻഷൻ അങ്ങനെയുള്ള ഒരു ഈ സഹായ സ്കീമുകളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതിലൂടെ ഗവൺമെൻറ് എത്രത്തോളം ചിലവ് വരുന്നുണ്ട്? 41.3%. കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര കൂടുതലാണ്? 2.6% കൂടുതലാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടാവുമല്ലോ, പാലം, റോഡ്, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിൽ കൊടുക്കുന്ന പൈസ. സോ ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര കൂടുതലാണ്? 3.1% കൂടുതലാണ്. ഈ രണ്ട് കാര്യങ്ങൾ, വരവും ചിലവും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. വരവ് കഴിഞ്ഞ വർഷത്തേക്കാൾ 1.9% ആണ്. ക്യാപിറ്റൽ ആണെങ്കിലും റവന്യൂ ആണെങ്കിലും, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെങ്കിലും റവന്യൂ റെസിപ്റ്റ് ആണെങ്കിലും കൂടിയിട്ടുള്ളത്. പക്ഷേ എക്സ്പെൻഡിച്ചർ എന്താണ്? കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 2.5 തൊട്ട് 3% വരെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. ഇറ്റ് മീൻസ് എന്താണ്? ഈ ഒരു 2026-27 ഫിനാൻഷ്യൽ ഇയറിനെ കണക്കെടുത്തു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിന് എന്താണ്? വരവിനേക്കാൾ കൂടുതൽ ചിലവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നിങ്ങൾ ഈ പെർസെൻറ്റേജ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പെർസെൻറ്റേജ് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഫിനാൻഷ്യൽ ഇയർ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ്, അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് എന്താണ്? വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാണ്. അതിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഡയഗ്രം എന്ന് പറയുന്നത് ടോട്ടൽ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നികുതി കിട്ടുന്ന സമയത്ത് അതിൽ സ്റ്റേറ്റ് ഷെയർസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഈ ഗവൺമെൻറ് എന്തെങ്കിലും ദുരിതങ്ങൾ നടക്കുന്ന സമയത്ത് ദുരിതാശ്വാസ ഫണ്ടായിട്ട് കൊടുക്കാറുണ്ട്. സോ ഇങ്ങനെയുള്ള ഫണ്ട് എന്താണ്? ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുന്ന സമയത്തും ഇൻക്രീസ് ചെയ്ത് വരുവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 3% അടുത്ത് ആ ഒരു നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് 3% അധികം ഫണ്ട് ഈ യൂണിയൻ ടെറിട്ടറീസിനും സ്റ്റേറ്റിനും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ഷെയർസും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്ക് കൊടുക്കുന്ന ഫണ്ടും എന്താണ്? അതായത് ഓരോ ഇയർ കഴിയുന്ന സമയത്തും എന്താണ്? അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറയുന്നത് ഏത് സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണത്തെയാണ്, ഓക്കെ, 2026-27 ബജറ്റിലെ നമ്പേഴ്സ് ആണ് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ ഏത് മേഖലക്കാണ്? ട്രാൻസ്പോർട്ട്, ഗതാഗത മേഖലക്കാണ്. രണ്ടാമത് ഡിഫൻസിനാണ്. സാധാരണ എപ്പോഴും ഡിഫൻസിനാണ് ഏറ്റവും കൂടുതൽ എല്ലാ ബജറ്റുകളിലും എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ടുണ്ടാവുക. പക്ഷെ ഇത്തവണ ട്രാൻസ്പോർട്ടിനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഫണ്ട് ചിലവാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ടാണ്. നമ്മൾ കഴിഞ്ഞുള്ളത് ഡാറ്റ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞുള്ളത് ഡാറ്റ നോക്കുമ്പോൾ കണ്ടോ, ഫസ്റ്റ് ഡിഫൻസിനാണ്. ഇത് 2025-26 ഫിനാൻഷ്യൽ ഇയറിലെ ബജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ കണ്ടോ, അവിടെ ഡിഫൻസിനായിരുന്നു ഏറ്റവും കൂടുതൽ പണം നീക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ആർക്കാണ്? ഇത്തവണ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കിയിട്ടുള്ളത് ട്രാൻസ്പോർട്ടിനാണ്. കഴിഞ്ഞ തവണ അത് ഡിഫൻസിനായിരുന്നു. ഓക്കെ, ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻ്റ് ആണ് 3rd, ഹോം അഫയേഴ്സ്, അഗ്രികൾച്ചർ 5th പൊസിഷനിലുണ്ട്. സോ ഇവിടെയാണെങ്കിൽ കഴിഞ്ഞ വർഷമാണെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ്, ഓക്കെ, അതേ ഓർഡർ തന്നെയാണ്. ട്രാൻസ്പോർട്ടിന് കൂടുതൽ അധികം ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ഈ ബജറ്റിൽ ഇതല്ല കേട്ടോ, മുൻപ് കാണിച്ചല്ലോ, ഈ 2026-27 ബജറ്റിൽ ട്രാൻസ്പോർട്ടിന്
വളരെയധികം എന്ത് ചിലവാക്കിയിട്ടുണ്ട്, പണം ചിലവാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതൊരു ചോദ്യമായിട്ട് മാറാം. 2026-27 ബജറ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ പണം ചിലവാക്കിയ മേഖല ഏതാണ്? അത് ഡിഫൻസ് അല്ല. കഴിഞ്ഞ വർഷങ്ങളെല്ലാം അത് ഡിഫൻസ് ആയിരുന്നു. ഇത്തവണ അത് ഏതാണ്? ട്രാൻസ്പോർട്ടാണ്. ട്രാൻസ്പോർട്ട് ഇത് ഒരു ചോദ്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ 2026-27 ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒട്ടും സമയം പാഴാക്കാതെ, ഇന്നാണ് ബജറ്റ് കഴിഞ്ഞത്, ഇന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് പ്രധാന ഡാറ്റ എല്ലാം അനാലിസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് കൃത്യമായിട്ട്, ഞാൻ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തവണത്തെ ബജറ്റ് എന്ന് പറയുന്നത്. വരാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളും അങ്ങനെ ബജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ അത് പഠിക്കുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.